ഹായ്, അമല സ്വാവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സംഭവം ഓർഡർ ചെയ്തിരുന്നു. എന്താണെന്ന് വെച്ചാൽ മോന് മൂക്കിൻ്റെ മുകളിൽ, അതായത് എല്ലാവർക്കും മിക്കവർക്കും ഉണ്ടാവാറുണ്ട് ഈ നോസിൻ്റെ മുകളിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഒരു റിമൂവർ സ്ട്രിപ്സ് ഞങ്ങൾ വാങ്ങിച്ചിരുന്നു, ഒരു മാസ്കിങ്. അപ്പോൾ അത് 3 സ്റ്റെപ്പാണുള്ളത്. ഒന്ന്, ഫസ്റ്റ് നമുക്ക് ഒരു വാഷിംഗ് ടൈപ്പാണ് മാസ്ക്. അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പോകാനുള്ള ഒരു ചാർക്കോളിൻ്റെ ഒരു സ്ട്രിപ്പാണ് കേട്ടോ. ഇതൊരു സ്റ്റിക്കർ പോലെയാണ്. ഇത് ഒരു 15 മിനിറ്റ് നേരം അത് സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കുക കേട്ടോ. ഇത് എന്താ സംഭവം എന്നറിയാത്ത ഏട്ടനോട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് കണ്ടോ, മൂക്കിൻ്റെ മുകളിൽ വൈറ്റും ബ്ലാക്ക് ഹെഡ്സും ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി തള്ളി വരും. നിങ്ങൾക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങളത് ഓർഡർ ചെയ്ത് ഫസ്റ്റ് പാക്ക് പൊട്ടിച്ച് മാസ്ക് നമ്മൾ യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് എല്ലാം 3 സ്റ്റെപ്പിലും 15 മിനിറ്റാണ് അത് ടൈം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് വെച്ചതിന് ശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതേപോലെ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്യുന്ന ടൈംസിലും നമ്മൾ നന്നായി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം മാത്രം ഒന്ന് വാഷ് ചെയ്തെടുക്കുക. അതിന് ശേഷം സെക്കൻഡ് സ്റ്റെപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് യൂസ് ചെയ്തോട്ടാ, നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഉണ്ടെങ്കിൽ. കാരണം നല്ല ഒരു മാസ്കിങ് തന്നെയാണ്. അതിനിടയിൽ നമ്മുടെ കുക്കിയുടെ കളി കണ്ടോ, അവൾ ആരും മൈൻഡ് ചെയ്യണില്ല. ഞങ്ങളിവിടെ തിരക്കിട്ട ജോലിയില്ല, അവളുണ്ടോ ഇതൊക്കെ അറിയുന്നു. അപ്പൊ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുക. അവൾക്ക് മൂക്കിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉണ്ടാവോ, അവള് കാര്യമായിട്ട് വിളിക്കുന്നുണ്ട്. അവളെ കൊഞ്ചിച്ച് നേരം പോയത് അറിഞ്ഞില്ല. 15 മിനിറ്റ് ആയി. അപ്പൊ ദേ മസാജ് ചെയ്ത് വാഷ് ചെയ്യാണ് കേട്ടോ. ഫേസിൽ എന്ത് ചെയ്യുകയാണെങ്കിലും ഒന്ന് നന്നായി വാഷ് ചെയ്തിട്ട് വേണം ഒരു സ്റ്റെപ്പ് ചെയ്യാൻ. അതേപോലെ ഏകദേശം ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ, നന്നായി വാഷ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ്. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ നോസിലേക്ക് നിങ്ങളൊന്ന് നോക്കിയോ, നല്ല ക്ലിയർ ആയിട്ടില്ലേ. പിന്നെ നല്ലൊരു സ്മെല്ലും കൂടിയാണ് കേട്ടോ. എന്തൊക്കെ പുതിയ പുതിയ സംഭവങ്ങളാണല്ലേ. നമ്മളുടെ കാലത്തേക്കാണെന്ന് വെച്ചാൽ അത് എന്താ പറയുക, മൂക്കോ അല്ലെങ്കിൽ കവളത്തൊക്കെ ആണെന്ന് വെച്ചാൽ ഞെക്കി കളയുക ചെയ്യാം. അപ്പം എന്താവും, കുറേ കഴിയുമ്പോൾ അവിടെ ഹോളുകൾ വരും. അപ്പോൾ ആ ഹോളുകളൊന്നും ഇല്ലാതിരിക്കാനാണ് കേട്ടോ ഈ സംഭവങ്ങൾ. അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് തുടങ്ങുകയാണ്. അപ്പോൾ ഇതൊരു സ്റ്റിക്കറാണ്. അപ്പോൾ ഇത് നോസിൽ നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു സ്റ്റെപ്പിലാണ് കേട്ടോ നമ്മുടെ എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരം കിടക്കുന്നത്. എന്തൊക്കെ ഐഡിയാസ് ആണല്ലേ. ഒന്നും അറിയാണ്ട് ഞാൻ ഏട്ടൻ അന്ത വിട്ട് നോക്കി നിൽക്കുക, ഇത് എന്താ ഇവിടെ സംഭവിക്കുന്നത്. കുട്ടികളല്ലേ, അവർ കാണാത്ത വല്ലതും ഉണ്ടോ. ഇത് ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് കണ്ടതാണ് കേട്ടോ മോൻ. അപ്പൊ എന്താണെങ്കിലും സംഭവം പൊളിയാണ്. എന്തായാലും ഇത് നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്കത് കാണാനും കൂടി വേണ്ടിയിട്ടാണ് ഞാനത് കറക്റ്റായിട്ട് എന്താ ഇത് സംഭവം എന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചാണ്. എന്താണെങ്കിലും പൊളിയാണെങ്കിലും നല്ലതാവണെങ്കിലും എന്താണെങ്കിലും അറിയാന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും കിടുവായിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു കിടുവായ സ്ഥിതിക്ക് നമുക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാന്ന്. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് വലിച്ചൂരി പതിയെ സ്ലോവിലി ഒന്ന് എടുക്കുക. അപ്പൊ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കാണാൻ സാധിക്കും. എടുക്കുമ്പോൾ ഇച്ചിരി ചെറുതായിട്ടൊരു പൊടിക്ക് വേദനിക്കും കേട്ടോ. മൂക്ക് നോക്കി ഒരു 15 മിനിറ്റ് 30 മിനിറ്റ് ഓളം ഓരോ വാഷിംഗ് ആയിട്ടും ഇതായിട്ടും ഫസ്റ്റ് സ്റ്റെപ്പും സെക്കൻഡ് സ്റ്റെപ്പും നോക്കുമ്പോൾ മൂക്ക് മാത്രം നല്ല കളർ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഇനിയാണ് മക്കളെ നിങ്ങൾ കാണാൻ പോകുന്നത് ഇതിന്റെ എന്താണ് റിസൾട്ട് എന്ന സത്യാവസ്ഥ. ഫുള്ളായി എടുത്തു വന്നപ്പോഴത്തേനും കണ്ണൊക്കെ ഒന്ന് ചെറുതായി കരഞ്ഞതല്ല കേട്ടോ, ചെറുതായി ഒരു കട്ടുറുമ്പ് കടിച്ച വേദന. എന്താണെങ്കിലും ഒരു പശിയുള്ള ഒരു സെല്ലോ ടേപ്പ് പൊട്ടിച്ചാലും വലിച്ചെടുക്കുമ്പോൾ ഒരു വേദന ഉണ്ടാവില്ലേ, അതേപോലെ. ഇപ്പൊ നോക്കിക്കേ, കണ്ടോ വൈറ്റ് ഹെഡ്സ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ റിസൾട്ട്. അപ്പോൾ നിങ്ങൾ നേരിട്ട് കണ്ടില്ലേ. അപ്പം നിങ്ങളുടെ മൂക്കിൽ ഇതുപോലെ ഈ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ വേസ്റ്റ് കംപ്ലീറ്റ് പോരും കേട്ടോ. ഇനിയാണ് നമ്മൾ തേർഡ് സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത്. തേർഡ് സ്റ്റെപ്പ് നോസ് സ്മൂത്തനിങ് ആണ്. അപ്പോൾ ഇതും കൂടെ കഴിയുമ്പോഴാണ് നമ്മളുടെ ഈ പ്രോഡക്റ്റിൻ്റെ ഫുള്ളായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത്. ഒരു ഫൈനൽ ലുക്ക് ഇതും കൂടെ കഴിയുമ്പോഴാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതേപോലെ ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്താണേ, നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു ഐറ്റം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾ അവൻ്റെ നോസ് കണ്ടില്ലല്ലോ, നോക്കിക്കേ. ഇപ്പോൾ ബ്ലാക്ക് ഹെഡ്സും അതേപോലെ വൈറ്റ് ഹെഡ്സും അതിൻ്റെ മൂക്കിൽ 2-3 മുഖക്കുരും കൂടി ഉണ്ടായിരുന്നു. അതടക്കം ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞപ്പം നോസ് ചെറുതായിട്ടൊരു ഡ്രൈ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടെ പോകാനാണ് കറക്റ്റായിട്ട് അവർ 3ാമത്തെ സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത്, സ്മൂത്തനിങ്. ഈ 3 സ്റ്റെപ്പും കൂടെ കംപ്ലീറ്റ് ആകുമ്പോഴാണ് ഈ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആവുന്നത്. എന്തായാലും ഇതൊരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. ഇപ്പം നോക്കിക്കേ,
നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടിയ ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ. താങ്ക് യു.